അർഹമർ റഹീമീനായ തമ്പുരാൻ അല്ലാഹു നമ്മുടെ ഈ സദുദ്യമം, നമ്മുടെ ഈ മജ്ലിസ് അവന് പൊരുത്തപ്പെട്ട ഒരു അമലായി സ്വർഗത്തിന്റെ ഒരു പൂങ്കാവനമായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്വർഗത്തിലെ പൂങ്കാവനങ്ങളിൽ ഒന്നാണ് റൗദയാൻ ഇൽമുൽ മജ്ലിസ് എന്ന്, മജ്ലിസുൽ ഇൽം എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നിസ്കാരത്തിന് വേണ്ടി നടന്നുപോയിരുന്ന അവിടുത്തെ വഴി മസ്ജിദുൽ നബവിയിലേക്ക്, അവിടുത്തെ മിഹ്റാബിലേക്ക് ഹബീബിന്റെ വീട്ടിൽ നിന്ന് നടന്നിരുന്ന ആ വഴി, അതിന് റൗദത്തും മിൻ റിയാദുൽ ജന്നയാൻ. ഈ റൗദയിൽ ഇരിക്കാൻ ഭാഗ്യം, റൗദയിൽ ദുനിയാവിലിരിക്കാൻ ഭാഗ്യം കിട്ടുന്നവർക്ക് ആഖിറത്തിൽ അതിന് ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ടെന്നാണ്. അള്ളാഹു ആ ഭാഗ്യം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഹബീബിന്റെ മസ്ജിദുൻ നബവിയിലെ റൗദയിലും അള്ളാഹുവിന്റെ ഭൂമിയിൽ എവിടെയെല്ലാം ഇൽമിന്റെ ദീനിന്റെ സദസ്സുകളുണ്ടോ അവിടേക്ക് എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ, ഒരുപാട് നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഒരു സൂറയിലെ, പരിശുദ്ധ സൂറത്തുൻ നൂറിലെ 4-ാമത്തെ ദർസിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത്. നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്ത് 3-ാമത്തെ ആയത്താണ്. അതിനനുബന്ധമായി വരുന്ന ആയത്തുകൾ നമ്മൾ ഇന്ന് ഓതി വെച്ചു. ഇത് ബറക്കത്തിന് വേണ്ടി ഓതിയതാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നത് 3-ാമത്തെ ഒരായത്ത് മാത്രമായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനും അറിയാനും ഒക്കെയുള്ള ഭാഗ്യം അല്ലാഹു ഇനിയും നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അല്ലാഹു തആല വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു മനുഷ്യന്റെ കുടുംബം, ഒരു മനുഷ്യന്റെ മക്കളുടെ ജനനം, ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പ് നടക്കുന്ന ഇടം ഏറ്റവും മനോഹരമായ അള്ളാഹു ഇഷ്ടപ്പെട്ട നിക്കാഹിലൂടെ മാത്രമേ നടക്കാവൂ എന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ സൂറ അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ ചർച്ച ചെയ്യുന്ന ആയത്ത് ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. മിർസദ് ബിൻ അബി മിർസദ് എന്ന് പറയുന്ന ഒരാൾ, അയാൾ മദീനക്കാരനാണ്. അദ്ദേഹത്തിന്റെ ജോലി മക്കയിലെ അടിമകളായ ആളുകളെ, രാത്രിയുടെ മറവിൽ സ്വാതന്ത്ര്യം കൊതിക്കുന്ന അടിമകളെ രാത്രി കെട്ടഴിച്ച് അവരുടെ ബന്ധനങ്ങളൊക്കെ അഴിച്ചുവിട്ട് അവരെ മദീനയിലേക്ക് ചുമന്നു കൊണ്ടുപോകുന്ന ഒരു പണി ചെയ്തിരുന്ന ഒരാൾ മിർസദ് ബിൻ അബി മിർസദ് എന്ന് പറയുന്ന ഒരാൾ. അദ്ദേഹം മദീനക്കാരനാണ്. നബിതങ്ങളും സ്വഹാബികളും മദീനയിലേക്ക് ഹിജ്റ പോയതിന്റെ ശേഷമാണ് ഈ സംഭവം. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മക്കയിലുള്ള ഒരു അടിമയെ മദീനത്തേക്ക് കൊണ്ടുപോകാൻ, തന്ത്രപരമായി, സ്വകാര്യമായി, രഹസ്യമായി കൊണ്ടുപോകാൻ മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തന്റെ ഏതടിമയാണോ കൊണ്ടുപോകാൻ നിശ്ചയിച്ചത് അയാളുടെ ഇടം തപ്പി മെല്ലെ മെല്ലെ, അതും നിലാവുള്ള ഒരു രാത്രിയിൽ ഒരു മതിലിന്റെ മറവിലൂടെ അദ്ദേഹം ഇങ്ങനെ നടക്കുമ്പോൾ മക്കയിൽ നിന്ന് അന്ന് പരിചയപ്പെട്ടിരുന്ന അനാഖ് എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ വ്യഭിചാരിണിയാണ്, അവൾ വ്യഭിചരിക്കുന്നവളായിരുന്നു. ഇസ്ലാമിന്റെ മുമ്പ് അവളെ കണ്ട പരിചയമുണ്ട്. മുസ്ലിമാകുന്നതിന്റെ മുമ്പ് അവൾ ഹറാമ് ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് വന്നതിൽ പിന്നെ മിർസദ് ബിൻ അബി മിർസദ് റളിയല്ലാഹു അൻഹുവിന് അങ്ങനെ യാതൊരു ചിന്തയുമില്ല. അദ്ദേഹം ഇങ്ങനെ പോകുമ്പോ മതിലിന്റെ നിലാവിൽ ഈ മനുഷ്യന്റെ മിർസദ് റളിയല്ലാഹു അൻഹുവിന്റെ നിഴൽ ഇങ്ങനെ കണ്ടപ്പോൾ അനാഖ് എന്ന് പറഞ്ഞ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തെ കണ്ടു ഉറപ്പിച്ചു, ഇത് മിർസദാണല്ലോ. അവൾ പറഞ്ഞു, മിർസദ്, ഇത് മിർസദാണോ? അപ്പൊ പറഞ്ഞു, ഫഖുൽതു മിർസദ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മിർസദ് തന്നെയാണ്. അവൾ പറഞ്ഞു, മർഹബൻ വഅഹ്ല, വെൽക്കം, ഫഹലുമ്മ ഫബിത് ഇൻദന ലൈല. ഇന്ന് മിർസദെ, എന്റെ വീട്ടിൽ നിങ്ങൾ കണ്ടിറങ്ങാം, ഇന്ന് എന്റെ വീട്ടിലേക്ക് പോന്നോളൂ എന്ന് മിർസദ് റളിയല്ലാഹു അൻഹുവിനെ അനാഖ് എന്ന് പറഞ്ഞ ഈ സ്ത്രീ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അവിടെയാണ് ഒരു മനുഷ്യന്റെ ഈമാൻ ഉണരേണ്ടത്.
فقال إني أخاف الله. അർശിന്റെ തണലുകൊണ്ട് അല്ലാഹു തആല അഭയം കൊടുക്കുന്ന വിഭാഗങ്ങളിൽ ഒന്ന് ഇതാണല്ലോ. وإني أخاف الله من قال عندما دعت ذات عالم منسب وجمالي. നല്ല സൗന്ദര്യവും തറവാടിത്തവും ഭംഗിയും ഒക്കെയുള്ള ഒരു പെണ്ണ് ഒരു ചെറുപ്പക്കാരനെ ഹറാമിലേക്ക് വിളിക്കുമ്പോ, വ്യഭിചാരത്തിലേക്ക് വിളിക്കുമ്പോ, ഇന്നി അഖാഫുല്ലാഹ്, പെണ്ണെ നാട്ടുകാരെ പേടിച്ചിട്ടല്ല, ഈ സ്വകാര്യതയിൽ ആരും ഇടപെടാൻ പോകുന്നുമില്ല, പക്ഷേ മാലിക്കുൽ മുലൂക്കായ അള്ളാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഞാനില്ല എന്ന് അള്ളാഹുവിനെ പേടിച്ച് പിന്മാറുന്ന മനുഷ്യന് അള്ളാഹു അർശിന്റെ തണൽ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിർസദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അനാഖ്, അനാഖ്, നമ്മൾ പരിചയമുള്ളവരാണ്, നമ്മൾ ഒരുമിച്ച് ജീവിച്ചവരാണ്, പക്ഷേ ഞാൻ ഇന്ന് മുസ്ലിമാണ്, നീ ഇന്ന് മുസ്ലിമത്തല്ല. യാ അനാഖ് ഹറമല്ലാഹു സിനാ. ഒരു മറുപടി, അനാഖ്, അള്ളാഹു വ്യഭിചാരം ഹറാമാക്കിയിരിക്കുന്നു. അനാഖ്. ഇത് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവൾ എന്ത് ചെയ്തു? ഫസാഹത്ത്, അവളങ്ങട്ട് വിളിച്ചു പറഞ്ഞു, യാ അഹ്ലൽ ഖിയാം, നാട്ടുകാരെ, ഹാദർ റജുൽ യഹ്മിലു അസ്റാകും, നിങ്ങൾ അടിമകളൊക്കെ പിടിച്ചുകൊണ്ടുപോകാൻ വരുന്ന ആളിതാ വന്നിരിക്കുന്നു, പിടിച്ചോളൂ എന്ന് ഇവളങ്ങ് വിളിച്ചു പറഞ്ഞു. 8 പേർ, ഫതബിഅനി സമാനിയ, അദ്ദേഹം പറയണ ഹദീസ്, 8 പേരിന്റെ പിന്നാലെ കൂടി അദ്ദേഹം രാത്രി ഓടി. ഞാനൊരു മലക്ക് മുകളിൽ കയറി, അങ്ങനെ മലമുകളിൽ കയറി ഞാനൊരു ഗുഹന്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ എന്നെ അവർ കണ്ടുപിടിച്ചു. 8 പേരും എന്റെ തലയിലേക്ക് മൂത്രമൊഴിച്ചു. അവരുടെ നജസ് മുഴുവൻ എന്റെ തലയിലായി. എന്തോ അറിയില്ല, ഫഅഅമാഹുമുല്ലാഹ്, ഇവരിതൊക്കെ ചെയ്തു പോയി, എന്നെ പിടിക്കാൻ കിട്ടിയില്ല. അവർക്ക് അല്ലാഹു അന്ധത കൊടുത്തു, പിന്നെ അവർക്ക് കണ്ണ് കാണുന്നില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ഇറങ്ങി വന്നു. ഞാൻ ആരുമായിട്ടാണോ ഈ കരാറ് ചെയ്തത്, ആ അടിമയെ പൊക്കി അദ്ദേഹം ഫകാന സഖീൽ, നല്ല തടിയുള്ള മനുഷ്യനായിരുന്നു, കാലിൽ ചെങ്ങല പോലെ കിലുങ്ങുന്ന ശബ്ദമുള്ള സാധനമുണ്ട്, ഇയാളെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല, പൊക്കി തന്നെ കൊണ്ടുപോകണം. ഞാൻ എന്റെ ചുമലിൽ വെച്ച് മക്കയുടെ ആ ബോർഡർ കഴിയുന്നവരെ ഞാൻ പൊക്കി നടന്നു, ഇയാളുടെ ശബ്ദമാരും കേൾക്കാതിരിക്കാൻ. പിന്നെ അയാൾ എന്നെയും സഹായിച്ചു. ഞങ്ങൾ കൈപിടിച്ച് 2 പേരും മദീനത്തേക്ക് പോയി. 400 കിലോമീറ്റർ നടന്നു പോണം. മദീനയിലേക്ക് എത്തിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞാൻ ചെന്നു, സല്ലല്ലാഹു അലൈഹി വസല്ലം. അനാഖ് എന്ന് പറഞ്ഞ പെണ്ണ് ഇദ്ദേഹവുമായി സംസാരിച്ച ആ സംസാരം ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അങ്ങനെയാ, ജാഹിലിയ്യ കാലത്ത് കണ്ടു പരിചയപ്പെട്ടതല്ലേ, പരിചയമുള്ള ആളുകളല്ലേ. പക്ഷേ നമുക്കൊക്കെ സംഭവിക്കാം അങ്ങനെ അല്ലേ. ഒരു കാലത്ത് വഴിവിട്ട് ജീവിച്ചു, പിന്നീട് അള്ളാഹു ഹിദായത്ത് തന്നു. അങ്ങനെയൊക്കെ ആയതിന്റെ ശേഷം പഴയ പരിചയക്കാര് പിന്നെയും ഫോൺ ചെയ്യുന്നുണ്ടാകാം, പിന്നെയും നിങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ അല്ലാതെയൊക്കെ നിങ്ങളുമായി കോണ്ടാക്ട് ഉണ്ടാകാം. ഇന്നല്ലാഹ ഹറമ സിനാ, ഇത് ഹറാമാണ്, പെണ്ണെ ഇനി ഞാനില്ല എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റിയില്ല എന്ന് വരും. മഹാനായ മിർസദ് നബി മിർസദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അൻകിഹു അനാഖൻ, അൻകിഹു അനാഖ്, നബിയെ, ഈ അനാഖിനെ ഞാൻ നിക്കാഹ് ചെയ്യണോ, അനാഖിനെ ഞാൻ നിക്കാഹ് ചെയ്യണമോ? അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഇതിന് മറുപടി പറയുന്നില്ല. ഇത് ഞങ്ങൾ മറുപടി പറയാതിരിക്കുകയാണ്. എന്താണ് ചെയ്യാ? വഹി വരണം. നസലൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാം വഹിയുമായി അവതരിക്കുകയാണ്. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. ആ നേരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിർസദ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് പറഞ്ഞു, യാ മിർസദു, അല്ലയോ മിർസദ്, അല്ലാഹു പറഞ്ഞത് കേട്ടില്ലേ, അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയതൻ ഔ മുശ്രിക, വ്യഭിചരിക്കുന്ന ആൾ, വ്യഭിചരിക്കുന്ന പുരുഷൻ നിക്കാഹ് ചെയ്യുന്നത് വ്യഭിചരിക്കുന്ന ഒരു പെണ്ണിനെയാണ്, അല്ലെങ്കിൽ മുശ്രിക്കത്തായ ഒരു പെണ്ണിനെയാണ്. വ്യഭിചരിക്കുന്ന പെണ്ണോ ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്,
വ്യഭിചാരിണിയെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത് വ്യഭിചരിക്കുന്ന ഒരാളോ മുശ്രിക്കോ ആയിരിക്കും. അള്ളാഹുവിന്റെ ദീനുമായി ഒരു ബന്ധമില്ലാത്ത ആൾ, സിന തന്നെ ഹറാമാക്കുന്ന ആളുകൾ ഇതിനേക്കാളും ഗൗരവമാണ് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന പടച്ചവന് വിശ്വാസമില്ലാത്തവർ. അതുകൊണ്ട് ഫലാ തൻകിഹ്ഹാ, നിർസദേ നിങ്ങൾ ഇവിടെ കല്യാണം കഴിക്കണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്ത് ഇറങ്ങാനുണ്ടായ ഒരു സംഭവം ഇതാണ്. ഇതിലേറെ മറ്റു സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് അല്ലാഹു പറയുന്നത്. അസ്സാനി, വ്യഭിചരിക്കുന്ന പുരുഷൻ, ലാ യൻകിഹു, അവൻ നിക്കാഹ് ചെയ്യുന്നില്ല ഒരർത്ഥം, അല്ലെങ്കിൽ അവൻ ശാരീരികമായി ബന്ധപ്പെടുന്നത് നിക്കാഹിലൂടെ അല്ലാതെ ആ വ്യഭിചരിക്കുന്നത് ഇല്ലാ സാനിയത്തൻ, അവൻ ഒരു വ്യഭിചരിക്കുന്ന പെണ്ണിനെ അല്ലാതെ നിക്കാഹ് ചെയ്യൂല. മുശ്രിക്ക, അല്ലെങ്കിൽ അതൊന്നും പ്രശ്നമല്ലാതെ സിന എന്ന് പറഞ്ഞ സംഗതിയെ വിശ്വസിക്കാതെ നടക്കുന്ന എത്രയോ മുശ്രിക്കുകൾ, അവരുമായിട്ടല്ലാതെ വ്യഭിചരിക്കുന്ന ഒരാൾക്ക് നിക്കാഹ് ചെയ്യാൻ കഴിയില്ല. അതിന്റെ അർത്ഥം വ്യഭിചാരിയായൊരു പുരുഷൻ വ്യഭിചാരിണിയായൊരു പെണ്ണിനെ മാത്രമേ നിക്കാഹ് ചെയ്യാവൂ എന്നാണോ? ഈ പറയുന്നു വസ്സാനിയ, വ്യഭിചരിച്ചിട്ടുള്ളവൾ, വ്യഭിചരിക്കുന്ന പെണ്ണ്, ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ ഔ മുശ്രിക്, അവളെ നിക്കാഹ് ചെയ്യുന്നത് വ്യഭിചരിച്ച പുരുഷനായിരിക്കും. ഔ മുശ്രിക്, അല്ലെങ്കിൽ മുശ്രിക്കായ മനുഷ്യനായിരിക്കും. വഹുർരിമ ദാലിക അലൽ മുഅ്മിനീൻ, ഈ വ്യഭിചാരം മുഅ്മിനിന് ഹറാമാണ്.